ഹാവ് എ ഗ്രേറ്റ് ഡേ. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ ടെൻസിൻ്റെ 4 ഡിവിഷൻസും അതുപോലെ ഫ്യൂച്ചർ ടെൻസ് SOB വെർബ്സും ഫ്യൂച്ചർ ടെൻസിൽ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നതുമാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഇതാണ് ഏറ്റവും എളുപ്പമുള്ള ടെൻസ്. വിൽ യു കം? യെസ്, ഐ വിൽ കം. നോ, ഐ വോണ്ട് കം. വിൽ യു സിംഗ് ടുമോറോ? യെസ്, ഐ വിൽ സിംഗ്. നോ, ഐ വോണ്ട് സിംഗ്. ഇത് വളരെ എളുപ്പമാണ്. ഇനി യു എന്ന് പറയുന്നത് പോലെ തന്നെ ഹീ, ഷീ, ഇറ്റ് എന്ന സബ്ജക്റ്റ് വന്നാലും അത് തന്നെയാണ് നാം ഉപയോഗിക്കുന്നത്. Will she come tomorrow? Yes, she will come. No, she won't come. Future continuous tense. What will you be doing tomorrow at this time? I will be traveling tomorrow at this time. I will be riding my bike. I will be attending an interview. എന്നൊക്കെ പറയാം. നാളെ സമയത്ത് എന്ത് ചെയ്യുകയായിരിക്കും? What will you be doing? Then future perfect tense. ഈ ടെൻസ് ഫ്യൂച്ചറിൽ പെർഫെക്റ്റ് ആവും. വിൽ യു ഹാവ് കംപ്ലീറ്റഡ് യുവർ കോഴ്സ് ബൈ ദി എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത്? അടുത്ത മാസത്തിൻ്റെ അവസാനത്തോടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകുമോ? വിൽ യു ഹാവ് കംപ്ലീറ്റഡ് വെർബിൻ്റെ തേർഡ് ഫോമാണ്. യെസ്, ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ്. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഹീ വിൽ ഹാവ് കംപ്ലീറ്റഡ്. ഹീ, ഷീ, ഇറ്റ് വന്നാലും നമ്മൾ ഹാവ് കംപ്ലീറ്റഡ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഹീയുടെ കൂടെ ആയാലും ഷീ, ഇറ്റ് വിൽ ഹാവ് കംപ്ലീറ്റഡ്. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും, ഇപ്പോൾ ചെയ്തിട്ടുണ്ടാകില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ പറയാം, ഐ വിൽ ഹാവ് അച്ചീവ്ഡ് IAS ബൈ ദി എൻഡ് ഓഫ് 2025. ഐ വിൽ ഹാവ് അച്ചീവ്ഡ്, ഞാൻ നേടിയിട്ടുണ്ടാകും എന്ന് പറയാം. നെക്സ്റ്റ് വൺ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. വിൽ യു ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 1 more year? ഒരു വർഷം കൂടി ഇവിടെ ജോലി ചെയ്യുമോ, ചെയ്തുകൊണ്ടിരിക്കുമോ? ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ 1 more year. ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ്, ഞാൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. ഐ വിൽ ബി വർക്കിംഗ് എന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്യുകയായിരിക്കും. ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് മീൻസ് ഞാൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇനി SOB വെർബായിട്ട് ഈ ടെൻസ് എങ്ങനെ ഉപയോഗിക്കാം? നാം വിൽ ബി ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസിലാണ്. ഐ വിൽ ബി ഡാൻസിങ് ടുമോറോ അറ്റ് ദിസ് ടൈം. ഞാൻ നാളെ സമയത്ത് ഡാൻസ് ചെയ്യുകയായിരിക്കും. പക്ഷേ വിൽ ബിയുടെ കൂടെ ഒരു ആക്ഷൻ ഇല്ലാതെ ഉപയോഗിക്കുമ്പോഴാണ് SOB സ്റ്റേറ്റ് ഓഫ് ബീയിങ് വെർബ് ആകുന്നത്. ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് ഐ വിൽ ബി എ സിംഗർ ആഫ്റ്റർ സം ഇയേഴ്സ്. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഞാനൊരു പാട്ടുകാരി അല്ലെങ്കിൽ പാട്ടുകാരനാകും. അപ്പോൾ വിൽ ബി കഴിഞ്ഞതിന് ശേഷം എ സിംഗർ എന്ന് പറയുന്ന നൗൺ ഉപയോഗിക്കുന്നു. അതൊരു സ്റ്റേറ്റാണ് ഒരാളുടെ. ഐ വിൽ ബി എ സിംഗർ, ഐ വിൽ ബി എ ഡാൻസർ, ഐ വിൽ ബി ആൻ IAS ഓഫീസർ. അപ്പോൾ ഇവിടെ വേർബില്ല. ഫ്യൂച്ചർ കണ്ടിന്യൂസിലാണ് ഐ വിൽ ബി റൈറ്റിംഗ് എന്ന് പറയുന്ന വേർബ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വിൽ ഹാവ് നാം ഫ്യൂച്ചർ പെർഫെക്റ്റിലാണ് ഉപയോഗിക്കുന്നത്. ഐ വിൽ ഹാവ് അച്ചീവ്ഡ് IAS എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഐ വിൽ ഹാവ് എ ബുള്ളറ്റ്, ഐ വിൽ ഹാവ് എ ബൈക്ക്, ഐ വിൽ ഹാവ് എ ലാപ്ടോപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു നൗൺ ഫോമാണ്. അപ്പോൾ ഇത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് വേർബ് ആകും. ഇനി ഇത് ആഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത് യു വിൽ ബി ബോർഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ബോറടിക്കും. അപ്പോൾ ആ ബോർഡ് എന്ന് പറയുന്നത് ആഡ്ജക്റ്റീവാണ്. അതിന് പകരം പാസീവ് വോയിസ് ആയിട്ട് യു വിൽ ബി സിലക്റ്റഡ്, നിങ്ങൾ സിലക്റ്റ് ചെയ്യപ്പെടും.
അത് വേർബിൻ്റെ തേർഡ് ഫോമാണ്. യു വിൽ ബി ഇലക്റ്റഡ്, നിങ്ങൾ ഇലക്റ്റ് ചെയ്യപ്പെടും. യു വിൽ ബി അവാർഡഡ്, റിവാർഡഡ് എന്നൊക്കെ പറയുന്നത് പാസീവ് വോയിസ് ആണ്. അതുപോലെ ഐ വിൽ ഹാവ് ബീൻ സിലക്റ്റഡ് എന്ന് വെച്ചാൽ പാസീവ് വോയിസ് ആണ്. വിൽ ഹാവ് പ്ലസ് തേർഡ് ഫോം ഉപയോഗിക്കുമ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റും, വിൽ ഹാവ് ബീൻ പ്ലസ് തേർഡ് ഫോം ഐ വിൽ ഹാവ് ബീൻ അവാർഡഡ്, ഐ വിൽ ഹാവ് ബീൻ റിവാർഡഡ് എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് പാസീവ് വോയിസും ആകും. ഇപ്പോൾ നാം ഫ്യൂച്ചർ ടെൻസിലെ 4 ഡിവിഷൻസ് പഠിച്ചു. അതുകൂടാതെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് വേർബ്സ് എങ്ങനെ ഉപയോഗിക്കും എന്ന് പഠിച്ചു. അതുകൂടാതെ നാം പഠിച്ചത് ആഡ്ജക്റ്റീവ് വരുന്നതും പാസീവ് വോയിസ് ഉപയോഗിക്കുന്നതും ആണ്. ഈ ഫ്യൂച്ചർ ടെൻസിലെ 4 ഡിവിഷൻസിൽ ഏറ്റവും കൂടുതൽ നാം ഉപയോഗിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസാണ്. നാം എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനാണ്. വിൽ യു സിങ്, വിൽ യു കം എന്നൊക്കെ പറയുന്നത് അത് നാം സാധാരണ ഉപയോഗിക്കുന്നതാണ്. വിൽ യു ഹെൽപ്പ് മീ എന്നുള്ളതൊക്കെ. അടുത്തതായിട്ട് ഫ്യൂച്ചർ കണ്ടിന്യൂസ് നാം വളരെ ചുരുക്കം ഉപയോഗിക്കും. ഐ വിൽ ബി അറ്റൻഡിങ് ഇൻ്റർവ്യൂ ടുമോറോ അറ്റ് ദിസ് ടൈം, ഐ വിൽ ബി ട്രാവലിംഗ് ടുമോറോ അറ്റ് ദിസ് ടൈം എന്ന് പറയുന്നത്. അതുപോലെ ഫ്യൂച്ചർ പെർഫെക്റ്റും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും നാം അധികം ഉപയോഗിക്കാറില്ല. എങ്കിലും ടെൻസിൻ്റെ എല്ലാ ഡിവിഷൻസും പഠിച്ചിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ടെൻസിൻ്റെ ഫ്യൂച്ചറിൻ്റെ എല്ലാ ഡിവിഷൻസും പഠിപ്പിച്ചത്. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിച്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ നിങ്ങൾക്ക് എപ്പോഴും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, അതിൽ നിന്നെടുത്ത് അയക്കാം. നിങ്ങളിത് വീണ്ടും പറഞ്ഞ് പഠിച്ച് പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷിൽ വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്നൊരു ദിവസം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. It's very difficult to throw away your age-old beliefs. It needs to chipping away slowly. Perhaps the explorer should have worked slowly in strengthening their unused legs. Your thoughts become things. Your thoughts become your beliefs.